കാരണം കേരളം എന്ന് പറഞ്ഞാൽ കേരവൃക്ഷങ്ങളുടെ നാട് എന്നൊന്നുമല്ല. അതൊക്കെ ഇനിയെങ്കിലും മാറ്റുക. കേരള പാഠാവലിയാണ് പല മണ്ഡലത്തിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തെങ്ങും കേരള ബ്രാഹ്മണരും ഒരേ കാലത്താണ് കേരളത്തിലേക്ക് വരുന്നത്. ക്രിസ്തുവിന് ശേഷം 5-6 നൂറ്റാണ്ടിലെ തെങ്ങ് ഇവിടെ വന്നിട്ടുള്ളൂ. ചിലപ്പതികാരം നടക്കുമ്പോഴും തെങ്ങ് ഇവിടെ ഇല്ല. ശങ്കരാചാര്യ സ്വാമികൾ ജനിക്കുന്ന കാലത്ത് തെങ്ങ് കേരളത്തിൽ വന്നിട്ട് ഒരു 300 കൊല്ലമേ ഉള്ളൂ. ഇത്ര തെങ്ങൊന്നും അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടാവില്ല. കേര ശബ്ദം ചേര ശബ്ദത്തിന് തുല്യമാണ്. ചേരമർ എന്ന് പറയും. ആ വാക്ക് നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിൽ പണ്ട് അടിയാളന്മാരായിട്ട് ജീവിച്ചിരുന്ന ഒരു വലിയ ജനവിഭാഗമാണ്. വാസ്തവത്തിൽ അവരുടെ ജാതിയായിരുന്നു കേരളം ഭരിച്ചിരുന്ന ചേരന്മാർ മുഴുവൻ. അവരുടെ നാട്ടുരാജ്യങ്ങളായിരുന്നു. പാണന്റെയും പുലയന്റെയും ചെറുമന്റെയും രാജ്യങ്ങളായിരുന്നു ഇവിടെ മുഴുവൻ. അവർക്കായിരുന്നു രാജ്യാധികാരം. അവരാണ് ഈ ക്ഷേത്രങ്ങൾ, തിരുവഞ്ചിക്കുളം പോലുള്ള മഹാക്ഷേത്രങ്ങൾ പണിതൊക്കെ അവരാണ്. ആ നാട്ടില് ചേര ശബ്ദത്തിന് തുല്യമായിട്ട് പറഞ്ഞ വാക്കാണ് കേര ശബ്ദം. നിങ്ങളിപ്പോ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ വീരകേരളപുരം എന്ന് പറഞ്ഞ് കാണാം. അത് കാരണമാണ് ആ പേര് പോരൂര് പോണ വഴിക്കൊക്കെ കാണാം. കേരളച്ചാൽ ചേരൻ ഭരിക്കുന്ന സ്ഥലം, അളം. അൻപുള്ള സ്നേഹമുള്ള സ്ഥലം, അൻപളം, അമ്പലം. ഇതൊക്കെയാണ് പഴയ വാക്കുകളാണ്. പഴയ തമിഴ് അതൊക്കെ. നമ്മൾ അമ്പലം 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 പറയും. എന്നിട്ട് അമ്പലത്തിൽ കിടന്ന് അടിയ. അമ്പലം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അടിയാണ്. സോറി, തമാശക്ക് പറയും. അമ്പലം എന്ന് പറഞ്ഞാൽ സഹവർത്തിത്വത്തോടും സ്നേഹത്തോടും കൂടി എല്ലാ ഗ്രാമവാസികളും ഇരിക്കേണ്ട സ്ഥലം എന്നാണ്. വാക്കുന്നൊക്കെ നമ്മൾ എത്ര ദൂരം. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൗളത്തിന്റെ കടന്നുവരവും സമയക്രമങ്ങളും ആ സമയത്താണ് ഈ വെട്ടറവയ്ക്കും ആ വനങ്ങളുടെ കാവുകളുടെ അകത്തുണ്ടായിരുന്ന യക്ഷികളെ എന്ന് കരുതിയിൽ സങ്കല്പത്തിലിരിക്കുന്ന നിഗൂഢായിട്ടുള്ള അമ്മദൈവങ്ങളുടെ ചൈതന്യങ്ങൾക്കും പുതിയൊരു പേര് നോർത്ത് ഇന്ത്യ എന്ന് കൊടുക്കുകയാണ്. കാളി. കാളി എന്നുള്ള പേര് അവിടെ വന്ന. അതിൽ തന്നെ ഭദ്രകാളി. ഭദ്രകാളി പ്യുവർലി നമ്മുടെ അമ്മയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങൾ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഭദ്രകാളിയെ കാണില്ല. ഈ രൂപത്തിലുള്ള കാളിയെ കാണില്ല. വിജയവർമ്മ മാഷ് പണ്ട് പറയുന്നു, വലിയ ആർട്ടിസ്റ്റ് പറയുന്നു. ഞങ്ങളൊരു ഡോക്യുമെന്ററിൽ അദ്ദേഹം ഉണ്ട്. ചത്തൈ ദാരികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയാണ്. ദാരികൻ മലയാളിയാണ്. പേർഷ്യയിലെ രാജാവ് ദാരിയസ് ഉണ്ട്. ദാരിയസ് രണ്ടാമൻ. അവനെ കൊന്നത് ഒരു സ്ത്രീയാണെന്നൊരു കഥയുണ്ട്. ആ ലെജൻഡിൽ നിന്നാണ് ഈ ദാരികാവനം കഥ വന്നത് എന്ന് എൻ വി കൃഷ്ണവാര്യ സാറെ പോലുള്ള